ഹലോ ഗായ്സ്, എല്ലാവർക്കും ക്യാറ്റ് ഫിഷിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി ഒരു പ്ലാന്റ് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലേ പ്ലാന്റ്സ്. കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കൊട്ടിയാണ്. ഈ ഒരു ഗാർഡനെ പറ്റി പറയുകയാണെങ്കിൽ കൊല്ലത്തുള്ള വൺ ഓഫ് ദി ബിഗസ്റ്റ് ഗാർഡൻ എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാനിരിക്കുന്നത് ബുദ്ധന്റെ പല ടൈപ്സിലുള്ള സ്റ്റാച്യൂസ് ആണ്. ഇതിലെ മിക്ക സ്റ്റാച്യൂസിന്റെ മെയിൻ പ്രത്യേകത എന്നത് ഇതെല്ലാം ലാവ റോക്സിൽ തീർത്തതാണ്. സത്യത്തിൽ കൊല്ലത്ത് വേറെ എവിടെ പോയാലും ലാവ റോക്സിൽ തീർത്ത ബുദ്ധന്റെ ഇത്രയും വലിയ സ്റ്റാച്യൂസിന്റെ കളക്ഷൻസ് വേറെ എവിടെയും കാണാൻ കഴിയില്ല. ഈ സ്റ്റാച്യൂസിന്റെ കൂടെ തന്നെ നമുക്ക് ഷോയ്ക്ക് വെക്കാൻ പറ്റിയ പല ടൈപ്സിലുള്ള ഐറ്റം അതിവിടെ അവൈലബിൾ ആണ് കേട്ടോ. പോട്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ ഒരു വാസ്റ്റ് വെറൈറ്റി കളക്ഷൻ, അതിന്റെ നടുക്കാണ് ഞാൻ ഈ നിൽക്കുന്നത്. പോട്ട്സ് എടുക്കാൻ ഇവിടെ എത്തിയ സത്യത്തിൽ വരുന്നവർക്ക് നല്ലൊരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സെറാമിക് ഫൈബർ ഹാങ്ങിങ് പോട്ട്സിന്റെ അത്രയ്ക്കും വലിയൊരു നീണ്ട നിരയാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. ഒരു ഫെസ്റ്റിനോ മേളയ്ക്കോ ഒക്കെ പോകുമ്പോൾ അതിനകത്ത് കയറി അവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കൗതുകമില്ലേ, സത്യത്തിൽ അതേ ഒരു ഫീലിംഗ് കേട്ടോ. അതേ ഒരു ഫീലിംഗ് ആണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധന്റെ സ്റ്റാച്ചു ആണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു രൂപം പണിതിരിക്കുന്നത് പ്യുവർ ലാവ റോക്ക് കൊണ്ടാണ്. ഇപ്പോൾ വളരെ റീസെന്റ് ആയിട്ട് എത്തിയ ഈ ഒരു സ്കൾപ്ചറിന്റെ മേളിലത്തെ ഫ്രെയിം അറുത്ത് മാറ്റിയിരിക്കുകയാണ്. ഇതിന്റെ ഒരു ഹൈറ്റും ലുക്കും എടുപ്പും ഒക്കെ വെച്ച് ആരായാലും തൊട്ടടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുത്തു പോകും കേട്ടോ. ഇനി നമ്മൾ സത്യത്തിൽ വന്നിരിക്കുന്ന മെയിൻ സംഭവത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, പ്ലാന്റ്സിനെ പറ്റി പറയുവാണെങ്കിൽ ഏകദേശം 1 ഏക്കറോളം നീണ്ടു കിടക്കുന്ന പ്ലാന്റ്സിന്റെ ഡിസ്പ്ലേ, നാടനും മറുനാടനും ഒക്കെ ആയിട്ട് പല ടൈപ്പ് വെറൈറ്റീസ്. അതിൽ തന്നെ ഇൻഡോറും ഔട്ട്ഡോറും വെക്കാൻ പറ്റുന്ന പല ടൈപ്പ് പ്ലാന്റ്സ്. ഈ കാണുന്ന നീണ്ട നിര ഫുള്ളി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതിന്റെയൊക്കെ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പാറ്റേണും കളറും കാണുമ്പോൾ അറിയാൻ കഴിയും കേട്ടോ. ആന്തൂരത്തിന്റെ ഒരു വെറൈറ്റി കളറാണ് നമ്മൾ ഈ കാണുന്നത്. ചൈനീസ് ആചാരപ്രകാരമുള്ള ലക്കി ബാമ്പുവിന്റെ കെട്ടിവെച്ച പല ഷേപ്സും നമുക്കിവിടെ കാണാൻ കഴിയും. ഇത്രയും നാളായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ലക്കി ബാമ്പുവിനെ ഈ ഒരു ഷേപ്പിൽ കാണുന്നത്. പെട്ടെന്നൊന്നും കണ്ടാത്തൊന്നും ഓട്ട വീണ ഇലയാണെന്ന്. പക്ഷെ ഈ ഒരു ഐറ്റത്തിന്റെ മോഡൽ ഇതാണ് കേട്ടോ. ഇനി പെബിൾസും ഗ്രേവൽസും പോലുള്ള സ്റ്റോണിന് വേണ്ടി വന്നവരാണെങ്കിൽ അതിന്റെ വലിയൊരു ഗോഡൌൺ തന്നെ ഇവിടെ കാണാൻ കഴിയും. എടുത്തു പറയേണ്ട കാര്യം ഇനി ഇവിടുത്തെ ഫ്രൂട്ട് കോർട്ട്യാർഡാണ്. പല ടൈപ്സിലുള്ള ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്സിന്റെ തൈകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു ഏരിയയിൽ സിട്രസിന്റെ തന്നെ പല വെറൈറ്റീസ്. അതിൽ ഗോൾഡൻ മസാമ്പി എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ. നമ്മളെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം, പേരമരത്തിന് തന്നെ പല വെറൈറ്റീസ്. അതിലെ റെഡ് ഹാർട്ട് ഗുവ, ഇതിലെ പേരക്കയുടെ പുറം ഭാഗം വരെ ചുവന്നിരിക്കുന്നതായി കാണാൻ കഴിയും. മാവിന്റെ തൈകളുടെ വളരെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയാൻ കഴിയും. ഏകദേശം 4 കിലോയോളം വരുന്ന മാവിന്റെ തൈ ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ നമ്മുടെ കിളി പോയി കേട്ടോ. നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയ ഫൈക്കസ് പ്ലാന്റിന്റെ സിംഗിളും ഡബിളും ത്രിബിളുമായിട്ടുള്ള ലേയേഴ്സ് ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. വീട് പാല് വെച്ചുമ്പോൾ ചിലയിടങ്ങളിൽ ചെമ്പകം വെക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിന് പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ചെമ്പകത്തിന്റെ തൈകളാണ് ഈ കാണുന്നത്.
ഒരു സൈഡിലേക്ക് പോയ ഫുൾ ബോൺസൈയുടെ കളക്ഷൻസ് ആണ്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം വെറും 250 രൂപ തൊട്ട് ഇവിടെ ബോൺസൈ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു നൊസ്റ്റു ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ കാഴ്ചകൾക്ക് ശേഷം നമ്മുടെ വീട്ടിലേക്കുള്ള നമ്മുടെ ഗിഫ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഹെഡ് ഫൈക്കസ് പ്ലാന്റ് ആണ്. ആളിന്റെ തന്നെ വർഗ്ഗമായതുകൊണ്ട് വേരൊക്കെ ഇറങ്ങി ഐറ്റം നല്ല പൊളിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ഉള്ളുള്ള കാലം മൊത്തം ട്രിം ചെയ്ത് നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ നിർത്താൻ കഴിയും. സംഭവം ഇത് അടിപൊളിയായിട്ടുണ്ടെങ്കിലും കുറച്ചൊരു ടാസ്ക് ഉള്ളതെന്നാൽ കാറിന്റെ അകത്ത് കയറ്റുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെയുള്ള സ്റ്റാഫ് കറക്റ്റ് ഇതിനെ നമ്മുടെ കാറിന്റെ അകത്ത് പ്ലേസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്യാനായാലും ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റം വാങ്ങാനായാലും ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്നത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.